ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NCERT മലയാളം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8ലെ ജോഗ്രഫി ചാപ്റ്റർ 1 റിസോഴ്സസ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2, ദാറ്റ് ഈസ് എ ഫൈനൽ പാർട്ടാണ്. ഓൾറെഡി വി ഹാവ് ഡിസ്കസ് ദ പാർട്ട് 1. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എന്താണ് റിസോഴ്സസിലെ എന്താണ് വാല്യൂ എന്ന് പഠിച്ചു. റിസോഴ്സസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. റിസോഴ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു നാച്ചുറൽ റിസോഴ്സസ്, ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് ആൻഡ് ഹ്യൂമൻസ് ആർ ദ റിസോഴ്സസ്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കീഴിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? റിന്യൂവബിൾ ഉണ്ട് അല്ലേ, ദോസ് വിച്ച് ക്യാൻ ബി റിന്യൂഡ് ഓർ റീപ്ലനിഷ്ഡ് ക്വിക്ക്ലി. എക്സാമ്പിൾ സോളാർ എനർജി ആൻഡ് വിൻഡ് എനർജി. And next is the non-renewable resources, that it takes thousands or millions of years to get replenished or to get renewed അല്ലേ. അതിനൊക്കെ എക്സാമ്പിൾ പെട്രോളിയം, കോൾ എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദറ്റ് ഹെഡിങ്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് ആൻഡ് ഹ്യൂമൻസ് ആസ് റിസോഴ്സസ്. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിന് റീക്യാപ്പ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ പഠിക്കാം അല്ലേ. ഹ്യൂമൻ made resources. Sometimes natural substances become resources only when their original form has been changed. Iron ore was not a resource until people learned to extract iron from it. People can use natural resources to make buildings, bridges, roads, machinery and vehicles, which are called human made resources. അപ്പം എന്താണ് ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്? ചില നാച്ചുറൽ സബ്സ്റ്റൻസിനെ നമുക്ക് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നാച്ചുറൽ റിസോഴ്സ് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? അതാണ് നാച്ചുറൽ റിസോഴ്സസ് അല്ലേ. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നാച്ചുറൽ റിസോഴ്സസ്. ഇനി ചിലതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം? അതിൻ്റെ ഫോം ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യണം. ദ ഒറിജിനൽ ഫോം ഹാസ് ടു ബി ചേഞ്ച്ഡ് അല്ലേ. എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ അയൺ ഓറായിട്ടാണ് കാണപ്പെടുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യണം? അയേണിനെ എക്സ്ട്രാക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള പർപ്പസസിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പീപ്പിൾ എന്ത് ചെയ്യും? നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ബിൽഡിങ്സ് ഉണ്ടാക്കും, ബ്രിഡ്ജസ് ഉണ്ടാക്കും, റോഡ്സ്, മെഷീനറി, വെഹിക്കിൾസ് എല്ലാം ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ എന്താണ്? ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് ആണ്. പീപ്പിൾ യൂസ് natural resources to make buildings, bridges, roads, machinery and vehicles, which are known as human-made resources. Technology is also a human-made resources. മനുഷ്യൻ കണ്ടുപിടിച്ചാലേ നിർമ്മിക്കപ്പെട്ട ഒരു റിസോഴ്സ് തന്നെയാണ് ടെക്നോളജിയും കൂടെ. So people like us natural resources to make human-made resources, said Mona, nodding is in understanding. Yes, said രാജു അല്ലേ. നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? നാച്ചുറൽ റിസോഴ്സസിനെ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് ആക്കിയിട്ട് തീർക്കുന്നതെന്ന് മോനെ പറഞ്ഞപ്പോൾ രാജു എന്ത് ചെയ്തു? തലയാട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഹ്യൂമൻ റിസോഴ്സസ് എന്താണ്? അപ്പോൾ അതൊക്കെയാണ് ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ്. ഇനി വാട്ട് ആർ ഹ്യൂമൻ റിസോഴ്സസ്? അതിന് മുന്നേ നമ്മൾ ആ കോളത്തിനകത്ത് കാണുന്നുണ്ട് ഡു യു നോയില് ഹ്യൂമൻ റിസോഴ്സസ് refers to the number, that is the quantity and abilities, mental and physical, of the people. Though there are differing views regarding treatment of humans as a resource, one cannot deny the fact that it is a skill of human that help in transferring the physical material into a valuable source. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റിയാണ്, അതായത് എബിലിറ്റിയാണ്, എത്രത്തോളം നമ്പർ, എബിലിറ്റി, അതായത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എബിലിറ്റി ഓഫ് ദ പീപ്പിളിനാണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോരുത്തരുടെയും രീതിയിൽ ഒരു നാച്ചുറൽ റിസോഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് പലരും പല രീതിയിലായിരിക്കും. പക്ഷേ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ മെറ്റീരിയലിനെ ഒരു വാല്യുബിൾ റിസോഴ്സ് ആക്കിയിട്ട് മാറ്റിയെടുക്കുന്ന ആ സ്കില്ല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരിക്കലും അതെന്ത് ചെയ്യാൻ പറ്റില്ല? ഡിനേ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് ഡു യു നോൻ്റെ ആ ഒരു കണ്ടൻറ്റിൻ്റെ ഒരു ഓവറോൾ മീനിങ്. Many people can make the best use of nature to create more resources when they have knowledge, skill and ടെക്നോളജി ടു ഡു സോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ നേച്ചറിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ടാക്കാൻ പറ്റും. കാരണം അതിനനുസരിച്ചുള്ള നോളേജും കഴിവും എല്ലാം, അതായത് ടെക്നോളജി എല്ലാം നമുക്കുണ്ട്. ദാറ്റ് ഈസ് വൈ ഹ്യൂമൻ ബീങ്സ് ആർ സ്പെഷ്യൽ റിസോഴ്സസ്. അങ്ങനെ റിസോഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? ഹ്യൂമൻ ബീങ്സ് വേണം. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സ് ഒരു സ്പെഷ്യൽ റിസോഴ്സ് ആണ്. അതായത് ഹ്യൂമൻ ബീങ്സ് ആർ ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്
ഹെൽപ്പ് ഇൻ മേക്കിംഗ് പീപ്പിൾ വാല്യുബിൾ റിസോഴ്സ്. നമ്മുടെ വിദ്യാഭ്യാസവും ആരോഗ്യമാണ് നമ്മളെ ഒരു വാല്യുബിൾ റിസോഴ്സ് ആക്കിയിട്ട് മാറ്റുന്നത്. ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് പീപ്പിൾസ് സ്കിൽ സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു ക്രിയേറ്റ് മോർ റിസോഴ്സസ് ഇസ് നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ സ്കില്ലും അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരുപാട് റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റിംഗ്, ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് പീപ്പിൾസ് സ്കിൽ സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു ക്രിയേറ്റ് മോർ റിസോഴ്സസ് ആർ കോൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഒരു കോളം വായിക്കണം. ക്രോപ്സ് ruined due to drought. Can I find a solution? That's it. It's all thanks to the knowledge, education and skill we could find a solution. അതായത് ഈ ഒരു പിക്ചറിനകത്ത് കാണുന്നത് വെച്ചാൽ ഷീ മൈറ്റ് ബി എ സയൻറ്റിസ്റ്റ് അല്ലേ. അവരിങ്ങനെ വിചാരിക്കുകയാണ്, അവരിങ്ങനെ ന്യൂസ് വായിക്കുകയാണ്, അതായത് എല്ലാ കൃഷികളും നശിച്ചു പോയി, കാരണം വരൾച്ച വന്നിട്ട് നശിച്ചു പോയി. അപ്പോൾ എനിക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അവർക്കിങ്ങനെ ആ പിക്ചറിൽ കാണാൻ പറ്റും ബൾബ് കത്തിയിട്ട് ഓ ദാറ്റ്സ് ഇറ്റ് ഇല്ലേ അതാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ കൃഷിക്കാരെല്ലാം പറയുന്നത് ഇറ്റ്സ് ഓൾ, അപ്പോൾ കൃഷിക്കാരോട് പറയാണ് ഇറ്റ്സ് ഓൾ താങ്ക്സ് ടു ദ നോളേജ്, എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ വി കുഡ് ഫൈൻഡ് എ സൊല്യൂഷൻ. നമ്മുടെ ബുദ്ധിയും അതുപോലെ തന്നെ വിവരവും എഡ്യൂക്കേഷനും സ്കില്ലും ഒക്കെ കാരണമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, ഈ പറയുന്ന ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയത്. So that's all about it. Read and ponder. Humans are interdependent on each other അല്ലേ. നമ്മൾ പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് നമ്മൾക്ക് ഒരാളുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഫാമേഴ്സിൻ്റെ ക്രോപ്സ് എല്ലാം നഷ്ടമായപ്പോൾ അല്ലെങ്കിൽ നശിച്ചപ്പോൾ, ഡ്രോട്ടിൻ്റെ സമയത്ത് നശിച്ചപ്പോൾ ആരെ സഹായിച്ചു? ആ ഒരു സയൻറ്റിസ്റ്റ് പോലത്തെ ഒരു സ്ത്രീ സഹായിച്ചു അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ്, നമ്മൾ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ, നമ്മളൊരാൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫാമേഴ്സ് പ്രൊവൈഡ് ഫുഡ് ഗ്രെയിൻസ് ഫോർ എവറി വൺ. സയൻറ്റിസ്റ്റ് സജസ്റ്റ് വേരിയസ് മീൻസ് ടു കോംബാറ്റ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ആൻഡ് ഇംപ്രൂവ് ഫാം പ്രൊഡക്ഷൻ. ഫാമേഴ്സ് എന്ത് ചെയ്യും, വിത്ത് വിതച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഫുഡ് ഗ്രെയിൻസ് തരും. ആ സമയത്ത് സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യും, ഇവരുടെ ഓരോ പ്രോബ്ലംസ്, ഡ്രോട്ട് അതുപോലെ തന്നെ പെസ്റ്റിൻ്റെ ഓരോ പെസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ പ്രോബ്ലംസിനൊക്കെയുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഈ അഗ്രികൾച്ചറിലൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഫാം പ്രൊഡക്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഫാമേഴ്സിന് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഹ്യൂമൻസ് ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. ഹ്യൂമൻസ് പരസ്പരം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയാൻ കാരണം. സോ ലാസ്റ്റ് ടോപ്പിക് ഈസ് ദാറ്റ് കൺസേർവിങ് റിസോഴ്സസ്. ഒരു റിസോഴ്സ് നമ്മൾ കൺസേർവ് ചെയ്യണം, കാരണം ഇത് തീർന്നു പോയാൽ എന്താണ്, ഇതിൻ്റെ ഉപയോഗം തീരെ ഉണ്ടാവില്ല, അത് കുറഞ്ഞു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ. മൂനോ ഹാഡ് എ നൈറ്റ് മെയർ. ഷീ ഡ്രീംഡ് ദാറ്റ് ഓൾ ദ വാട്ടർ ഓൺ ദ എർത്ത് ഹാഡ് ഡ്രൈഡ് അപ്പ്, ഓൾ ദ ട്രീസ് കട്ട് ഡൗൺ, ദർ വാസ് നോ ഷെയ്ഡ് ആൻഡ് നത്തിങ് ടു ഈറ്റ് ഓർ ഡ്രിങ്ക്. പീപ്പിൾ വർ സഫറിങ് ആൻഡ് റോമിങ് അറൗണ്ട് ഡെസ്പറേറ്റ്ലി ലുക്കിംഗ് ഫോർ ഫുഡ് ആൻഡ് ഷെയ്ഡ്. അതായത് മോനൊരു ദുസ്വപ്നം കണ്ടു. അതായത് അവൾ കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി മൊത്തം ഇങ്ങനെ ഡ്രൈഡപ്പ് ആവല്ലേ, വരൾച്ച വന്നിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് മരങ്ങൾ ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്, ഷെയ്ഡില്ല, തണലില്ല, കുടിക്കാനും കഴിക്കാനും ഒന്നുമില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ അലഞ്ഞിരിക്കുകയാണ്, ഫുഡിനും ഷെൽറ്ററിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്വപ്നമാണ് കണ്ടത്. ഷീ ടോൾഡ് ഹർ മദർ അബൌട്ട് ദ ഡ്രീം. അമ്മ, ക്യാൻ ദിസ് റിയലി ഹാപ്പൻ, ഷീ ആസ്ക്ഡ്. ഞാൻ കണ്ട സ്വപ്നം ശരിക്കും സംഭവിക്കുമെന്ന് ചോദിക്കപ്പോൾ പറയണം അമ്മ. യെസ്, അമ്മ റിപ്ലൈഡ്. ഇഫ് വി ആർ നോട്ട് കെയർഫുൾ ദെൻ ഈവൻ ദ റിന്യൂവബിൾ റിസോഴ്സസ് ക്യാൻ ബിക്കം വെരി സ്കെയർസ് and the non-renewable ones can definitely get exhausted. അപ്പോൾ ഈ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ നടക്കാവുന്നതാണ്. കാരണം നമ്മൾ കരുതിയിട്ടില്ലെങ്കിൽ ഈ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വരെ എന്തായി പോകും, അതിൻ്റെ അളവ് കുറയുകയും നോൺ റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ ചിലപ്പം അത് എക്സ്ഹോസ്റ്റഡായി തീർന്നു പോവുകയും വരെ ചെയ്യും. വാട്ട് വി ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. അപ്പോൾ രാജു ചോദിക്കുകയാണ്, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജു പറഞ്ഞു ലോട്ട്സ്, ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട് അമ്മ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അതിനെ പറ്റിയുള്ള ഹെഡിങ്ങിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. Using resources carefully and giving them time to get renewed is called resource conservation. അതായത് റിസോഴ്സസിനെ നമ്മൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സമയം അനുവദിച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, റിസോഴ്സ് കൺസർവേഷൻ എന്ന് പറയാം. ഇനി ബാലൻസിങ് ദ നീഡ് ടു യൂസ് റിസോഴ്സസ് ആൻഡ് ഓൾസോ കൺസേർവ് ദം ഫോർ ഫ്യൂച്ചർ ഇസ് കോൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് റിസോഴ്സസിനെയൊക്കെ ബാലൻസ് ചെയ്തിട്ട് അത് നമ്മുടെ ഭാവിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതിന് എന്ത് നമുക്ക് വിളിക്കാം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാം. വൺസ് അഗെയിൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗ്ലോസറി നമുക്ക് ഡിസ്കസ് ചെയ്യാം.
careful utilizing resources so that besides meeting the requirements of the present also take care of future generations. അതായത് നമ്മുടെ റിസോഴ്സസിനെയൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ട് അത് ബാക്കി എന്ത് ചെയ്യണം, ഫ്യൂച്ചറിന് വേണ്ടി എടുത്തു വെക്കുന്നതിനെയാണ് നമ്മൾ, അതായത് ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെക്കുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് റിസോഴ്സ് കൺസർവേഷനെ പറ്റി മനസ്സിലായിട്ടുണ്ടാകും. റിസോഴ്സസ് നല്ല കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് അതിന് റിന്യൂ ചെയ്യാൻ ടൈം കൊടുക്കുന്നതിന് റിസോഴ്സ് കൺസർവേഷൻ എന്നും, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ റിസോഴ്സൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് നമുക്ക് ഫ്യൂച്ചറിനെ കുറച്ചും കൂടെ കൺസേർവ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ദർ ആർ മെനി വേസ് ഓഫ് കൺസേർവിങ് റിസോഴ്സസ്. ഈച്ച് പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് ബൈ റെഡ്യൂസിങ് കൺസപ്ഷൻ, റീസൈക്ലിംഗ് ആൻഡ് റീയൂസിങ് തിങ്സ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്കിതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റുക? നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ റെഡ്യൂസ് ചെയ്യുക അല്ലേ, കൺസപ്ഷൻ കുറയ്ക്കുക, അതുപോലെ തന്നെ അത് റീസൈക്കിൾ ചെയ്യാൻ നോക്കുക, അതുപോലെ തന്നെ അത് പിന്നെയും റീയൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി ഇറ്റ് മേക്സ് എ ഡിഫറൻസ് ബിക്കോസ് ഓൾ അവർ ലിവ്സ് ആർ ലിങ്ക്ഡ് അല്ലേ. അത് ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്താണ്, പരസ്പരം ലിങ്ക്ഡ് ആണ്. So, I will make sure the water is not wasted at home, said Asha. Every drop of water is precious. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ, ഒരു റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. പക്ഷേ അതിൻ്റെ കുറവ് വന്നാൽ പിന്നെ അവസാനം എന്താകും, ഡ്രോട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വേസ്റ്റ് വാട്ടർ വേസ്റ്റ് ചെയ്യില്ല എന്ന് ആശ പറയുകയാണ്. കാരണം ഓരോ ഡ്രോപ്പ് ഓഫ് വാട്ടറും എന്താണ്, പ്രഷ്യസ് ആണ്. ടുഗെദർ വി ക്യാൻ മേക്ക് എ ഡിഫറൻസ് അല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഡിഫറൻസ്, ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. എന്ത് പറഞ്ഞു, പിള്ളേരെല്ലാവരും കൂടെ പറഞ്ഞു. ദീസ് ആർ സം ഓഫ് ദ തിങ്സ് മോന, രാജു ആൻഡ് ദെയർ ഫ്രണ്ട്സ് ഡിഡ്. വാട്ട് അബൌട്ട് യു? ഹൗ ആർ യു ഗോയിങ് ടു ഹെൽപ്പ് കൺസേർവിങ് നാച്ചുറൽ റിസോഴ്സസ്? അപ്പോൾ മോനയും രാജുവും അവരുടെ ഫ്രണ്ട്സൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നാച്ചുറൽ റിസോഴ്സസ് കൺസേർവ് ചെയ്യാൻ നോക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. The future of our planet and its people is linked with our ability to maintain and preserve the life support system that nature provides. നമ്മുടെ ഭാവിയും അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരെയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലേ നമ്മുടെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റമാണ് അല്ലേ. അത് നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ലൈഫ് സപ്പോർട്ട് സിസ്റ്റം വെച്ചിട്ടാണ് നമുക്കത് മെയിൻറ്റെയിനേഷൻ ആൻഡ് പ്രിസർവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദെർഫോർ അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു എൻഷുർ ദാറ്റ് ഓൾ യൂസേഴ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആർ സസ്റ്റൈനബിൾ. അതായത് എല്ലാ നാച്ചുറൽ റിന്യൂവബിൾ റിസോഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യണം. അതായത് ഭാവിയിലേക്കും കൂടെ ആവശ്യക്കത്തക്ക രീതിയിൽ മാറ്റി വെച്ചിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഓൺ ദ എർത്ത് ഈസ് കൺസേർവ്ഡ്. നമ്മുടെ എർത്തിലുള്ള ലൈഫിൻ്റെ ഡൈവേഴ്സിറ്റി, അതായത് അതിൻ്റെ ഓരോ വൈവിധ്യം എന്ത് ചെയ്യണം, അത് കൺസേർവ് ചെയ്യണം. അതായത് ഒന്നും നശിപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. ദ ഡാമേജ് ടു നാച്ചുറൽ എൻവയോൺമെൻറ്റ് സിസ്റ്റം ഈസ് മിനിമൈസ്ഡ്. നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്യണം, ഡാമേജൊക്കെ കുറയ്ക്കണം. അതായത് ഡീഫോറസ്ട്രേഷന്, കട്ടിങ് ഓഫ് ട്രീസ്, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, പൊല്യൂഷനൊക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സം പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അതായത് യൂസേജ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് കെയർഫുള്ളി ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിസർവ് ഇറ്റ് ഫോർ ദ ഫ്യൂച്ചർ നീഡ്സ് അല്ലേ. ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസാണ് ഡിസ്കസ് ചെയ്യുന്നത്. റെസ്പെക്റ്റ് ആൻഡ് കെയർ ഓഫ് ഓൾ ഫോംസ് ഓഫ് ലൈഫ്. എല്ലാ ഫോംസ് ഓഫ് ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതിനെ കെയർ ചെയ്യുക. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. ഹ്യൂമൻ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. കൺസേർവ് ദ എർത്ത്സ് വൈറ്റാലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. എർത്തിൻ്റെ വൈറ്റാലിറ്റി, എർത്തിൻ്റെ ജീവനും വൈവിധ്യവും നമ്മൾ എന്ത് ചെയ്യണം, കൺസേർവ് ചെയ്യണം, നശിപ്പിക്കരുത്. മിനിമൈസ് ഡെപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സിൻ്റെ കുറവ് നമ്മൾ എന്ത് ചെയ്യണം, കുറവായി തീരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മിനിമൈസ് ചെയ്യണം. അതായത് യൂസ് ദ നാച്ചുറൽ റിസോഴ്സസ് ജുഡീഷ്യസ്ലി, കെയർഫുള്ളി. ഓക്കെ. ചേഞ്ച് പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് പ്രാക്ടീസസ് ടുവേർഡ്സ് എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിനോട് ഉള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യണം, അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനോടൊന്നും നാച്ചുറൽ എൻവയോൺമെൻറ്റിനോട് മോശം രീതിയിൽ പെരുമാറരുത്. ഡിഫോറസ്ട്രേറ്റ് ചെയ്യരുത്, പൊല്യൂഷൻ, പ്ലാസ്റ്റിക്സിൻ്റെ യൂസ് കുറയ്ക്കുക, പ്ലാസ്റ്റിക്സ് അവിടെയും ഇവിടെ ഇടരുത്, അതൊക്കെ റീസൈക്കിൾ ചെയ്യാൻ നോക്കുക. അങ്ങനെ മാക്സിമം എൻവയോൺമെൻറ്റിനോടുള്ള ചീത്ത പ്രാക്ടീസസും അതുപോലെ തന്നെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഇനി ലാസ്റ്റ് വൺ ഈസ് ദി എനേബിൾ കമ്മ്യൂണിറ്റീസ് ടു ടേക്ക് കെയർ ഓഫ് ദെയർ ഓൺ എൻവയോൺമെൻറ്റ്. എല്ലാ കമ്മ്യൂണിറ്റീസും എനേബിൾ ആയിരിക്കണം അവരുടെ എൻവയോൺമെൻറ്റ് ടേക്ക് കെയർ ആയി വേണ്ടി. എല്ലാ കമ്മ്യൂണിറ്റീസും നല്ല രീതിയിൽ എബിലിറ്റി ഉണ്ടായിരിക്കണം.
സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സം പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്റർ വീഡിയോ ലൈക്ക് ചെയ്ത് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാസ് 8ൻ്റെ വേറെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ. ടേക്ക് കെയർ, സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു, ബൈ.